വ്ളോഗിലേക്ക് സ്വാഗതം. ഞങ്ങളെ പേരൊക്കെ മാറ്റിയിട്ടുണ്ട് കേട്ടോ യൂട്യൂബ് ചാനലിൻ്റെ. പിന്നത്തെ വ്ളോഗ് എന്ന് വെച്ചാൽ സനൻ്റെ ബർത്ത്ഡേ മാർച്ച് 27 ആയിരുന്നു. ഞാൻ കുറച്ച് ഗിഫ്റ്റ്സ് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ കൊടുക്കുമ്പോൾ എക്സ്പ്രഷൻസ് എന്താണ് അപ്പം നമുക്ക് കാണാം. ഓക്കെ, ഞാനത് ഇത് ബാഗ് എടുത്തിട്ട് വരാം. ഞാൻ ബാഗ് എടുത്തിട്ടുണ്ട്. അതല്ല, നിങ്ങളാരും ഞങ്ങൾക്ക് ലൈക്കൊന്നും തന്നിട്ടില്ല. ഞങ്ങളുടെ മുഖമൊക്കെ സങ്കടത്തിലാണ്. വീഡിയോ കാണിക്കുമ്പോൾ കുറച്ച് സന്തോഷത്തിലൊക്കെ ആയിരിക്കും. ഞങ്ങൾക്ക് ആരും തന്നിട്ടില്ല കേട്ടോ ലൈക്ക്. ഇതാണ് കാര്യം. അപ്പം എല്ലാവരും കൂടെ ഇരിക്കുന്നുണ്ട്. നമ്മളെ മുന്നത്തെ വീഡിയോയിൽ ആരെങ്കിലും നമുക്ക് ലൈക്കൊന്നുമില്ല. ആരും ഞങ്ങളെ കഴിഞ്ഞ വീഡിയോക്ക് ലൈക്ക് കണ്ടിട്ടില്ല. ഞങ്ങൾ കുറച്ച് നേരത്തെ ഇട്ട വീഡിയോ ആയിരുന്നു കേട്ടോ. ഞങ്ങൾ നോക്കി കുറേ ആൾക്കാർ 8-9 ആൾക്കാരായിട്ട് കണ്ട്, പക്ഷേ അവരാരും അത് യൂട്യൂബ് ചാനലിൻ്റെ പേര് ഞങ്ങളെ യൂട്യൂബ് ചാനലിൻ്റെ പേര് മാറ്റിയിട്ടൊന്നുമില്ല. എന്തായിരുന്നു? ലവ് ദ സ്റ്റാർസ്. അതാണ് നമ്മളെ മറ്റേ യൂട്യൂബ് ചാനലിൻ്റെ പേര്. ഞങ്ങൾ നോക്കിയപ്പോൾ F4 ഗേൾസ് എന്ന് പറഞ്ഞിട്ട് കുറേ ഇതുണ്ട്. പിന്നെ ഞങ്ങൾ ക്യൂട്ട് ഗേൾസ്. ഹാപ്പി ബർത്ത്ഡേ ടു യു. എൻ്റെ ബർത്ത്ഡേ എന്താണെന്ന് അറിയില്ല ഗൈസ്. നോക്കിയത് എന്തൊക്കെയാണ് എന്താണ് ഞാൻ വിചാരിച്ചോളൂ വീഡിയോ എടുക്കാൻ വിളിച്ച്. ഇപ്പം ഞാൻ വിചാരിച്ചിട്ടുണ്ടെങ്കിലും പണിയാണ് ചലഞ്ചാണെന്ന് അവള് പറഞ്ഞു. ചുമൊക്കെയാണ് ഗൈസ്. ചിരിക്കണ ഞാൻ തൊട്ടേനെ ചൂടായിരുന്നു. അവർക്ക് കാട്ടി കൊടുക്കണ്ടേ? അടിയിൽ നിന്ന് കാണിച്ചു നോക്കാം. ഞങ്ങൾ ഗിഫ്റ്റും അൺബോക്സ് ചെയ്ത് കാണിച്ചു തരാം. ഒക്കെ കൊണ്ടുപോയി 27-ാം തീയതി മാർച്ച് 27-ാം തീയതി ആയിരുന്നു ലാസ്റ്റ് എക്സാമിൻ്റെ അന്നായിരുന്നു. ഇതിലെന്തോ ഗെയിം ആൻഡ് ഡ്രോ ബുക്ക് എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. കുറച്ചും കൂടി ഇത് വേണമായിരുന്നു. അവിടെ വെയിറ്റ് ഇതിൽ കാണണ്ട. കാണുന്നുണ്ടോ? ഇതിങ്ങനെയൊക്കെ എഴുതിയിട്ടുണ്ട്. ഗെയിം ആൻഡ് ഡ്രോ ബുക്ക്. ഇവ കയറിയിരുന്നോ? കൊടുക്കല്ല, ഞാനാണ് ഇതിൻ്റെ. ഇതിൽ 1, 2, 3 ഒക്കെ എഴുതിയിട്ടുണ്ട്. അതൊരു ഗെയിമാണ്. ഓക്കെ, ചിത്രം നമുക്ക് ചിത്രം വരക്കട്ടോ. അടുത്ത് ഇങ്ങനെ ഒന്നല്ല ചിത്രം, വലിയ ബുക്കിലുള്ള കുറേ ഇതുണ്ട് ചിത്രങ്ങളൊക്കെ ഉണ്ട്. നെക്സ്റ്റ് വൺ ദിസ്. ഇതെന്താണ്? തുറക്കൂ. ഓക്കെ, നമുക്കത് തുറക്കാം. അത് അങ്ങനല്ല. ഇതിൻ്റെ ഉള്ളിൽ എന്തോ ഇങ്ങനെ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് വലിച്ചെടുക്കും വലിപ്പ് പോലത്തെ സാധനമില്ലേ, നമ്മളെ തീപ്പെട്ടിൻ്റെ സാധനമല്ല, അതിലാണ് ഒഴിക്കണം. അതിൻ്റെ ലൈവാണ് കൊടുത്തിട്ട് സാധനമുണ്ട്. നമുക്ക് ഇത് ഒരു ബുക്കാണ്. അതൊന്നും എഴുതിയിട്ടില്ല കേട്ടോ ഗൈസ്. ഒരു ബുക്കാണ് ഗൈസ്. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി പ്ലാൻ ഇട്ടിട്ട് ഇതാക്കിയതാണ്. പക്ഷെ അതങ്ങനെയല്ല ഗൈസ്. അപ്പോൾ വരാതിരിക്കാൻ തെറ്റിയിരിക്കാൻ കേട്ടോ ഗൈസ്. ഇല്ല, നിങ്ങൾക്ക് ഷോർട്സ് എപ്പോഴും ഫുൾ വീഡിയോ അല്ലടി എന്നൊക്കെ പറഞ്ഞതാണ്. എന്താണ്
ഔട്ട്ഫിറ്റ് ഓൺലി. ഔട്ട്ഫിറ്റ് എടുക്കലോ, വസ്ത്രങ്ങൾ മാത്രമാണ്. കേട്ടോ അങ്ങനെ അറിയാം നോക്കി വരച്ചാൽ വേറൊരു ബുക്കും കൂടി ഉണ്ട് കേട്ടോ. അത് ഇത് വരച്ചു. ഇതിങ്ങനെ വരച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ മായ്ക്കുക ഇതൊക്കെ ഇങ്ങനെ വരച്ച് ഇതായിട്ട് വരക്കട്ടോ. ഇതിങ്ങനെ മായ്ക്കണേനെ എന്ന് വരച്ചോക്കെ. നമുക്ക് എന്തെങ്കിലും പേപ്പർ നുള്ളി കൊടുത്തിട്ട് വേണം മായ്ക്കട്ടോ. ഞാൻ ആദ്യം പേപ്പറും തുണിയത്ത് എഴുതാ, ലേബ എല്ലാം എഴുതാട്ടോ. എന്താണെങ്കിലും എഴുതാം. എന്നിട്ട് അത് മായ്ക്കാം. നെക്സ്റ്റ് ഇതൊരു അതിൻ്റെ പേര് എഴുതുന്നു. ഞാൻ വെറുതെ ഉണ്ടാക്കിയതാട്ടോ. അപ്പോൾ അവിടെ മെഷീൻ്റെ അവിടെ കിടക്കുമ്പോൾ ഞാൻ ഒന്ന് കൊടുത്ത് ഇതാണ് ഇങ്ങനെ നെക്കി കിടക്കണേണ്. യൂട്യൂബ് ചാനലൊക്കെ ഉണ്ടാക്കാം. അപ്പോൾ ഫസ്റ്റ് ആരും ആൻസർ പറഞ്ഞു. അപ്പം അതിന് ഇത് ഉണ്ടാക്കിയതാട്ടോ ഗൈസ്. ഇത് തുറക്കട്ടെ. അത് തുറക്കലില്ല, ഇങ്ങനെ തന്നെയാണിത്. നെക്സ്റ്റ് വൺ ഇതാണ്. ഇതൊന്ന് തുറന്നാണ്. ഐ മിസ് യു സന, ഹാപ്പി ബർത്ത്ഡേ ഗായ്. കാണിച്ചു കൊടുത്തു. ഇത് നോക്കൂ ഗൈസ്, ഇങ്ങനത്തെ ഒരു സാധനം ഉണ്ട് കേട്ടോ. നമ്മളിത് ഇങ്ങനെ പിടിച്ചിട്ട് അങ്ങനെ തുറക്കുമ്പോൾ നോക്കൂ ഗൈസ്. എങ്ങനെയുണ്ട്? നല്ല രസം ഗൈസ്. എനിക്ക് ഈ ഗിഫ്റ്റിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഗിഫ്റ്റാണ് ഈ ഇങ്ങനെ തുറക്കുമ്പോൾ ഇങ്ങനെ കൈ തുറന്ന് വരുന്നത്. ഐ മിസ് യു സന, ഹാപ്പി ബർത്ത്ഡേ എന്നൊക്കെ എഴുതിയിട്ട് നല്ല രസമുണ്ട് ഗൈസ്. This is tiny gift. കനിക്കിട്ട് ഗിഫ്റ്റ് പ്ലീസ്. A free gift. Wow. This is Santa gift. Stickers. നല്ല രസമുണ്ട്. ഞാൻ വരച്ചാണ് guys. ഇതാണ്ടോ ഞാൻ പറഞ്ഞേക്കാം, നല്ല കഴിവുണ്ടെന്ന്. അഫ്രിക്ക് ഇതാണ് കൊടുത്തത്. എനിക്ക് നറൂട്ടോൻ്റെ ഈ പിക്ചറാണ് തന്നത്. എനിക്ക് യൂണിക്കോണാണ്. എനിക്ക് യൂണിക്കോൺ നല്ല ഇഷ്ടമാണ്. എനിക്ക് പിന്നെ നറൂട്ടോ. ഞാനിപ്പോഴാണ് നറൂട്ടോൻ്റെ. എനിക്ക് ഇത് നല്ല ഇഷ്ടമാണ്. ഞങ്ങൾ ഇതാണ് വേണ്ട, അതാണ് വേണ്ടത്. മാറ്റി മയിലെടുത്ത് പക്ഷെ ഗിഫ്റ്റ്. കനിക്ക് നറൂട്ടോനെ ഇഷ്ടമാണ്, സാക്കുറനെ ഇഷ്ടമാണ്. എനിക്ക് ഇത് നല്ല ഇഷ്ടപ്പെട്ടു ഗൈസ്. നല്ല രസമുണ്ട് ഗൈസ്. എനിക്ക് നറൂട്ടോനെ നല്ല ഇഷ്ടപ്പെട്ടു. സ്റ്റിക്കേഴ്സ് ആട്ടോ. എനിക്കിപ്പോൾ ഇഷ്ടമല്ല യൂണിക്കോൺ. ഇഷ്ടമല്ല. എനിക്കിത് മതിയെ സാക്കുറ. എനിക്കിത് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ആകെ സമ്മാനങ്ങളാണ്. എനിക്കിതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട 2 സാധനങ്ങളാണ്. എവിടെ മറ്റേത് അതിങ്ങനെ തുറക്കുമ്പോൾ പറഞ്ഞുതരാം. ഇത് നല്ല ഇഷ്ടപ്പെട്ട. ഇത് ഇങ്ങനെ ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെ ആക്കും. തുറക്കല്ലേ? ഇങ്ങനെ വെള്ളം തുറക്കുമ്പോൾ കെട്ടിപ്പിടിക്കൂല. കൈ ഇങ്ങനെ ആക്കിയിട്ട് ഇങ്ങനെ ഹാപ്പി ബർത്ത്ഡേ എന്നൊക്കെ പറഞ്ഞിട്ട് കെട്ടിപ്പിടിക്കാൻ പോണ പോലെ ആ സാധനമാണ്. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. താങ്ക് യു ലൈബ. ഇതിൻ്റെ 27-ാം തീയതി പേപ്പറിൽ 9-ാം തീയതി വയ്ക്കണം. പക്ഷെ എനിക്ക് കൊടുക്കാൻ പറ്റില്ല. പരീക്ഷ തീരുന്ന പരീക്ഷക്ക് ആകെ തിരക്കായിരുന്നു. പഠിക്കണ തിരക്കായിരുന്നു. ഇവര് പിന്നെ ഇവിടെ ഇല്ലായിരുന്നു. അപ്പോൾ ഞങ്ങൾ വന്നപ്പോൾ കൊടുത്തിട്ടില്ല. യൂട്യൂബ് ചാനൽ ഇടാന്ന് വിചാരിച്ചതാ. ആ പിന്നെ ഞങ്ങൾ ഇവർക്ക് എല്ലാവർക്കും ഇങ്ങനത്തെ സ്റ്റിക്കർ. പിന്നെ ഞാൻ എൻ്റെ അമ്മൻ്റെ വീട്ടിൽ പോയി എന്താണ് പരീക്ഷ കഴിഞ്ഞപ്പോൾ പിന്നെ ഒരു ദിവസം വരെ കൂടെ നിന്നിട്ടുള്ളൂ. പിന്നെ ഞാൻ എൻ്റെ അമ്മൻ്റെ വീട്ടിൽ പോയി. അപ്പോൾ പിന്നെ കണ്ടില്ല. പിന്നെ ഇന്നലെയാണ് ഇതാക്കിയത്. ഇന്നലെ ഞാൻ നന്നാമത് ഇഷ്ടപ്പെട്ടല്ലോ. അവിടുന്ന് പിന്നെ ഞാൻ എൻ്റെ മുത്തമ്മൻ്റെ വീട്ടിൽ പോയി. അങ്ങനെ ഓരോ ഇതായിരുന്നു. എനിക്ക് നേരിട്ടോ നല്ല ഇഷ്ടപ്പെട്ടിട്ടോ. ഇവിടെ വരച്ചൊക്കെ നല്ല രസമുണ്ട്. പക്ഷെ എനിക്ക് നല്ല ക്യൂട്ട് ഇത് നല്ല രസമുണ്ട്. ചെയ്തതല്ലേ
ഞാൻ എൻ്റെ അമ്മേൻ്റെ ഫോണിൽ ഇങ്ങനത്തെ ഒന്ന് കണ്ടിരുന്നു. എങ്ങനെ നടക്കുക ഞാൻ എൻ്റെ അമ്മച്ചി കാണിച്ചു കൊടുക്കട്ടെ. അപ്പം ബൈ ബൈ ഗായ്സ്. ഞങ്ങൾ ഇതിൻ്റെ പേര് മറക്കണ്ട. എന്താണ് ലാസ്റ്റ് ദ സ്റ്റാർസ്. ഇൻസ്റ്റയിൽ ഫോളോ ചെയ്യണം കേട്ടോ. ഞങ്ങൾ ചെറിയ വീഡിയോസ് ഒക്കെ ഇടാൻ വിചാരിച്ചിരുന്നു. ഓക്കെ, ഇൻസ്റ്റയിൽ ഫോളോ ചെയ്യണതിൽ ഒരൊറ്റ സബ്സ്ക്രൈബ് ലൈക്കെങ്കിലും തരണം. സബ്സ്ക്രൈബ് ലൈക്ക് എന്തെങ്കിലും ചെയ്യണം കേട്ടോ. എന്താണ് ആകെ ഞങ്ങൾക്ക് തന്നിട്ടില്ല. മറ്റേ വീട്ടിൽ ഞങ്ങൾക്ക് സങ്കടമായി. എല്ലാവരും കണ്ട് കുറച്ച് 8 ആൾക്കാർ 9 ആൾക്കാരായിട്ട് കണ്ടിരുന്നു. പക്ഷെ ആരും ലൈക്കും ചെയ്തിട്ടുണ്ട്. പിന്നെ എൻ്റെ ഒരു പൊട്ടത്തരം കൂടി ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാനേ ചെറുപ്പത്തിൽ ബാക്കി